കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി മുംബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി മോദിയെയും വ്യവസായ പ്രമുഖനായ ഗൗതം അദാനിയെയും കടന്നാക്രമിക്കുകയുണ്ടായി. ധാരാവി ചേരി പുനർവികസന വിഷയമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദിയുടെ സുഹൃത്തുക്കൾക്ക് മാത്രം ടെൻഡറുകൾ ലഭിക്കുന്നതെന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ മുദ്രാവാക്യമായ ഏക് ഹേ തോ നായിക് ഹേ എന്ന മുദ്രാവാക്യത്തെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി തങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് വളരെ സുരക്ഷിതമാണെന്ന് അദാനിക്ക് മുന്നിൽ കൈകോർത്ത് പ്രധാനമന്ത്രി മോദിയുടെ പോസ്റ്റർ കാണിക്കുകയും ചെയ്തു. ധാരാവിയിലെ ജനങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ കോൺഗ്രസും സഖ്യകക്ഷികളും ബി.ജെ.പിയെ അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി തന്റെ വ്യവസായി സുഹൃത്തിന് മാത്രം ആനുകൂല്യങ്ങൾ നൽകാനാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, പ്രതിപക്ഷം നാട്ടുകാർക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു. ഫോക്സ്കോൺ, എയർബസ്, ആപ്പിൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങിയ 7 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ ഗുജറാത്തിലേക്ക് മാറ്റിയത് മഹാരാഷ്ട്രയിലെ യുവാക്കളിൽ നിന്നും 5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ തട്ടിയെടുക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ശക്തമായി ആരോപിച്ചു. പ്രധാനമന്ത്രി പ്രധാനമായും ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഉപയോഗശൂന്യമായ മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ച് മതപരമായ ഭിന്നതകൾ സൃഷ്ടിച്ചും തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം തുടങ്ങിയ മുഖ്യധാര പ്രശ്നങ്ങൾ ശ്രദ്ധ തിരിക്കാനാണ്. എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഏതാനും ശതകോടീശ്വരന്മാരും സംസ്ഥാനത്തെ സാധാരണക്കാരും തമ്മിലുള്ള ആശയങ്ങളുടെ പോരാട്ടത്തെയാണ്. ജാതി സെൻസസ് എന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് ഇന്ത്യ ബ്ലോക്ക് ചെയ്യുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ജനാധിപത്യത്തിന്റെ കേന്ദ്ര സ്തംഭങ്ങളിലൊന്നാണ് ജാതി സെൻസസ് എന്നും രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുകയുണ്ടായി. രാജ്യത്തെ വിമാനത്താവളങ്ങൾ അദാനിക്ക് കൈമാറാൻ എത്ര ടൈംബോ വേണ്ടിവരുമെന്ന ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയുണ്ടായി. ലക്നൗ വിമാനത്താവളത്തിൽ ചിത്രീകരിച്ച വീഡിയോയിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാന വിമർശനം ഉയർത്തിയത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ അദാനി ഏറ്റെടുത്ത വിഷയമാണ് 1.5 മിനിറ്റ് വീഡിയോയിലൂടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതും. ടൈംബോയിലൂടെ പണം കടത്തുന്നുവെന്ന പരാമർശം മോദിക്കെതിരെ തന്നെ തിരിച്ച് രാഹുൽ വിമാനത്താവളങ്ങൾ കൈമാറുന്നതിന് എത്ര ടൈംബോയിലൂടെ പണം കിട്ടിയെന്ന് മോദിയോട് ചോദിക്കുകയും ചെയ്തിരുന്നു. രാഹുലിനിപ്പോൾ അദാനിയെയും അംബാനിയെയും കുറിച്ച് പറയാത്തത് ടൈംബോയിൽ പണം കിട്ടിയതുകൊണ്ടാണെന്ന പരാമർശം മോദിക്കെതിരെ രാഹുലിന്റെ വിമർശനത്തിന് പിന്നിലുള്ള പ്രധാന കാരണം. ചരൺ സിംഗിന്റെ പേരിലുള്ള യുപിയിലെ ലക്നൗ വിമാനത്താവളത്തിലൂടെ നടന്നുകൊണ്ടായിരുന്നു ഉദാഹരണങ്ങൾ നിരത്തിയുള്ള ഈ വിമർശന വീഡിയോ അദ്ദേഹം പ്രധാനമായും ചിത്രീകരിച്ചത്. ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള അദാനി അംബാനി വാക്പോര് പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. മോദിയുടെ അതിസമ്പന്നരായ സുഹൃത്തുക്കൾക്കാണ് അദാനിയും അംബാനിയും എന്ന വിമർശനം ഇന്ത്യയിലുടനീളം നിലനിൽക്കുന്നുമുണ്ട്. രാഹുൽ ഗാന്ധി ശക്തമായ വിമർശനങ്ങളാണ് മോദി അദാനി കൂട്ടുകെട്ടിനെതിരെ ഉയർത്തുന്നതും. മോദി എല്ലാ കാലവും രാജ്യത്തെ സമ്പന്നർക്കൊപ്പമാണെന്നും രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി മോദി സംഘർഷം ഇപ്പോൾ വലിയ തോതിലാണ് ഉയരുന്നതും.